Hello beauties, എല്ലാവർക്കും VUTUBERS ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കിയാൽ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളുടെ ബ്യൂട്ടിക്കാണ് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഫേസ് തന്നെ എടുത്ത് നോക്കിയാൽ നമ്മളുടെ ഫേസിൽ പിമ്പിൾസ് വന്നാൽ നമ്മളൊരു ക്രീം യൂസ് ചെയ്യും, അതുപോലെ കറുത്ത പാടുകൾ വന്നാൽ നമ്മൾ ഇന്നൊരു ക്രീം യൂസ് ചെയ്യും, അതുപോലെ ഫേസിന് ഗ്ലോ കൂട്ടാനെന്ന് പറഞ്ഞിട്ട് പിന്നെ വൈറ്റനിങ് ഫേസിൻ്റെ വൈറ്റ് കൂട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഒത്തിരി ക്രീം ഒരു ഡേയ്സ് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ടാകും. സോ ഇങ്ങനെ യൂസ് ചെയ്താൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കും. അതാണ് ഒരു സത്യം. അതാണ് നമ്മളിങ്ങനെ ഇതുപോലത്തെ കെമിക്കൽ ക്രീമൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന കാര്യം സത്യമാണ്. പക്ഷേ നമുക്കൊരു 30-35 ഏജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫേസ് കുറച്ച് ഡള്ളാകും. നമ്മളുടെ ഫേസിൽ ആ ഒരു ഏജ് അറിയാൻ വേണ്ടി സാധിക്കും. സോ ഇതിനൊക്കെ പകരമായിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ഫേസിലുള്ള പിമ്പിൾസ് മാറാനും അതുപോലെ കറുത്ത പാടുകൾ മാറാനും പിന്നെ ഈ ഫേസിന് ഗ്ലോ കുറച്ച് കൂട്ടാനും പിന്നെ ഫേസ് വൈറ്റനിങ് കുറച്ച് കൂട്ടാനും ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. ഓക്കെ, അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞത് നമ്മളുടെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും തേങ്ങാപ്പാൽ കൊണ്ട് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്. തീർച്ചയായും ഉണ്ട്, നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടും തേങ്ങാപ്പാൽ യൂസ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ തേങ്ങാപ്പാൽ ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ട് എൻ്റെ ആൻറ്റിയാണ് പറഞ്ഞത് തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റാണ്, നല്ലതാണ് ഫേസിനെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് എനിക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചു. എന്ന് വെച്ചാൽ നമ്മളുടെ ഫേസ് കുറച്ച് ഗ്ലോ ആയതുപോലെ ഫീൽ തോന്നി. അതുപോലെ എൻ്റെ ഫേസിൽ അവിടെ ഒരു പിമ്പിൾസ്, കുഞ്ഞു കുരു പോലത്തെ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പിമ്പിൾസൊക്കെ ഇച്ചിരി മാറിയ പോലെ എനിക്ക് തോന്നി. അത് ഞാൻ നെക്സ്റ്റ് ഡേക്കും ഒന്ന് ട്രൈ ചെയ്തു. സെക്കൻഡ് ഡേ എനിക്ക് നല്ല റിസൾട്ടായി. നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല അമേസിങ് റിസൾട്ട്. സോ അതാണ് ഞാൻ ഇത് വെച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ കുറച്ച് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിൻ രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എൻ്റെ സ്കിൻ ടോൺ. സോ എൻ്റെ സ്കിന്നിന് ഇത് പെർഫെക്റ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ തേങ്ങാപ്പാൽ എടുക്കണം എന്നെല്ലാം ഞാൻ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ തേങ്ങ നല്ലപോലെ എടുത്ത ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് ഫേസിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്ത് നമ്മൾ മിക്സി നല്ലപോലെ ഒന്ന് അരയ്ക്കുക. നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലപോലെ മഷി പോലെ ആകണ്ട, കുറച്ച് ഇതായിരുന്നോട്ടെ, ഇച്ചിരി അരച്ചിട്ട് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് അതിനെ പിഴിഞ്ഞെടുക്കുന്നതിന് കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം നമുക്ക് ആ പാൽ മാത്രമായിട്ട് തനിയെ കിട്ടും, അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. സോ എടുത്ത ശേഷം നമ്മളുടെ ഫേസിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ മോർണിംഗ് ഈവനിങ് നിങ്ങൾക്ക് എപ്പോൾ ടൈം ഇരിക്കും ആ ടൈം ഒന്ന് അപ്ലൈ ചെയ്യുക. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ്, ഞാൻ ഒരു ഹാഫ് അവർ വരെ ഇട്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം അതുപോലെ മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും അത് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ അതൊന്ന് വാഷ് ചെയ്ത് കളയുക. കുളിക്കുന്ന ടൈം വേണമെങ്കിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ സോപ്പിട്ട് വാഷ് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് സൗകര്യമോ അതുപോലെ വാഷ് ചെയ്ത് കളയുക. അങ്ങനെ ഒരു 2 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു 2 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രീമൊന്നും യൂസ് ചെയ്യേണ്ട ഏതൊരു ആവശ്യം വരത്തില്ല, നല്ലൊരു റിസൾട്ട് ലഭിക്കും. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ കെമിക്കലായിട്ടുള്ള പ്രോഡക്ട്സിന് ബേക്കിലൊന്ന് പോകുന്നതിനേക്കാളും നമ്മളുടെ നാച്ചുറലായിട്ട് നമ്മളുടെ കിച്ചണിൽ കിട്ടുന്ന പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്താൽ അത് നമുക്ക് നന്നായിരിക്കും. നല്ലൊരു തിളക്കം കിട്ടും ഫേസിന്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എനിക്കത് ഒത്തിരി ഫീൽ ചെയ്തൊരു കാര്യമാണ്. നല്ല സോഫ്റ്റ്, നമ്മുടെ ഫേസിന് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് സൂപ്പറായിരിക്കും കേട്ടോ, നന്നായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. 2 ഡേയ്സ് ചാലഞ്ച്. ഓക്കെ, ട്രൈ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.